ഇന്ന് നോമ്പിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. എനിക്ക് നോമ്പെടുക്കുന്നത് കുറേ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിക്കണം. ഞാൻ മറന്നുപോയി, അതൊക്കെ വെച്ച് പറ്റിയില്ല. അപ്പം ഞാൻ വെറുതെ ഒന്ന് നോമ്പ് തുറക്കാൻ പോവുകയാണ്. ഞാൻ നോമ്പ് എടുത്തൊന്നുമില്ല, വെറുതെ തുറക്കണം. ഇത് പുഷോറിലാണ്. കുറേ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇതിന് ഭയങ്കര പുളിയാണ്, ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. ജ്യൂസ് അടിച്ചിട്ട് നല്ല മധുരം ഇട്ടിട്ട് കഴിക്കാം. നല്ല പഴുത്ത് നിലത്ത് പോയി, അമ്മ എല്ലാം നിലത്ത് പോകണം. നല്ലോണം പഴുത്തോണ്ട് പറിക്കുമ്പോൾ നിലത്ത് പോവാ. ഇത് ഇവിടെയൊക്കെ ഉണ്ട്. ഇത് ചീത്ത. ഓക്കെ, ഇതൊക്കെ പറിക്കാറായി കാര്യം. ഞാൻ എല്ലാം പറിച്ചിട്ടുണ്ട്. ഞാൻ പറിച്ചപ്പോൾ തൊലിയൊക്കെ പോയി. ഒരെണ്ണം മാത്രം ഇവിടെ നല്ല പച്ചയാണ്, അതുകൊണ്ട് ഞാനത് പറിച്ചില്ല. ഇവിടെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 ചാമ്പയ്ക്ക ഉണ്ട്. വലിയ കളറൊന്നും ആയിട്ടില്ല, ശരിക്കും പഴുത്തിട്ടില്ല. ഞാൻ തൊട്ടപ്പോൾ തന്നെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരു കുഞ്ഞ് വേണ്ടാത്ത ഇപ്പോൾ വേണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ കുറേ ചാമ്പയ്ക്ക ഉണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് കുറച്ചും കൂടി പഴുത്തെന്ന് തോന്നുന്നു. ഇവിടെ വയ്ക്കുക പാത്രം. അതിനെക്കാട്ടും കുറച്ചും കൂടി പഴുത്തു. ഇവിടെ കൊക്കോൻ്റെ ഒരു വലിയ മരമുണ്ട്. അവിടെ എന്തെങ്കിലും പഴുത്തുണ്ടോയെന്ന് അറിയാം. പഴുത്തൊന്നുമില്ല, പച്ച മാത്രമേ ഉള്ളൂ. 2 മൾബറി ഉണ്ട്, നല്ലോണം പഴുത്ത്. അതുകൊണ്ട് പയ്യെ പറിക്കാം, അല്ലെങ്കിൽ തൊടുമ്പോൾ തന്നെ നിലത്ത് പോകും. ഈ 2 ഉള്ളതെന്ന് തോന്നുന്നു. അവിടെ ഉണ്ട്. ഞാൻ എത്തണമെങ്കിൽ അങ്ങോട്ട് ചാകണം. എനിക്ക് എത്തിയില്ല. അമ്മ ഈ കൊമ്പെടുത്ത് എനിക്ക് പിടിച്ചു തന്നാണ്. 2 മൾബറി. ഇപ്പം 4 മൾബറി എത്തി. പൊക്കത്തൊക്കെ കുറേ ഉണ്ട്. അതൊന്നും എനിക്ക് എത്തൂല, അമ്മയ്ക്കും എത്തില്ല, ആർക്കും എത്തില്ല. കൊട്ടയിൽ 2 കിടപ്പുണ്ട്. കുറേ ചെറികളുണ്ട്. അതിൻ്റെ അടുത്തൊരു മിറാക്കിൾ ഒരു കണക്കിന് ഉണ്ടായത് നിൽക്കുകയാണ്. ഇനി ഉണ്ടോ നോക്കട്ടെ. ഇവിടെയൊക്കെ ഉണ്ട്. മിറാക്കിൾ ഭ്രാന്ത് പിടിച്ച പോലെ ഒന്ന് ഉണ്ടായി നിൽക്കണം കേട്ടോ. ഓക്കെ, ചെറിയൊക്കെ കഴിഞ്ഞിടേ. ഈ കൊട്ടയിലേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൊക്കോ കിട്ടിയിട്ടോ. കിട്ടിയില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും നോക്കിയപ്പോൾ എനിക്കൊരു കൊക്കോ കിട്ടി. ഞാനെല്ലാം പറിച്ച അമ്മയാണ് പറിച്ചത്. പിന്നെ ഇവിടെ കുറേ മിറാക്കിൾസ് ഉണ്ട്. ഇത് മൊത്തം പറയണം, മൊത്തം പറിച്ചാൽ മൊത്തം തിന്നാൻ പറ്റില്ല. ഇത് കഴിച്ചാൽ പിന്നെ നല്ല എന്ത് പുളി കഴിച്ചാലും നല്ല മധുരമായിരിക്കും. ഇനി ഇത് പൊട്ടിപ്പോയി നല്ലതാണെന്ന് എനിക്കറിയില്ല. പൊട്ടിപ്പോയി എന്നാലും നമുക്ക് ഞാൻ എൻ്റെ നോമ്പുറക്കുള്ളത് കുറേ ഫ്രൂട്ട്സ് പറിച്ചിട്ടുണ്ട്. എനിക്ക് നോമ്പെടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നോമ്പ് തുറന്ന എനിക്ക് അതൊന്നും സ്പെഷ്യൽ ഉണ്ടാക്കി തരില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറിച്ചിട്ടുണ്ട്. അടിയിൽ ചെറി ചതഞ്ഞു പോയി. അല്ല, ചെറിയല്ല, മൾബറി ചതഞ്ഞു. നമുക്ക് കളയാം. ശരി, നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ച് ബുഷോറഞ്ച് വെച്ച് ജ്യൂസൊക്കെ അടിച്ചിട്ട് നമുക്ക് നോമ്പ് വരെ തുറക്കാം. അതെ, ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കട്ട് ചെയ്തു. ഞാൻ രാവിലെ മാത്രമേ കഴിച്ചുള്ളൂ. ഞാൻ ബുഷോറഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ജ്യൂസ് അടിക്കണം. എന്നിട്ട് ഇടിയപ്പം ചിക്കൻ കറിയൊക്കെ കഴിക്കണം. ഞാൻ ബുഷോറഞ്ചിൻ്റെ തൊലി
കളയാണ്. ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതിലുണ്ട് കേട്ടോ. എല്ലാ പുഷോറിനെ തൊലി കളയണം. പിന്നെ നീയുണ്ട് കണ്ണിലെ പോയതിനെ കരയി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അയ്യേ എന്നെ മേത്ത് വെള്ളം നിർത്തും. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇതിൻ്റെ പേര് ഫ്രാഷൻ ഫ്രൂട്ട് കിട്ടിട്ടോ. അതിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരണം. ആ ഓറഞ്ചിൻ്റെ നീരിൻ്റെ കണ്ണ് വീണു. ജ്യൂസ് എൻ്റെ ചേച്ചി അടിച്ചോളും. അതിനിടയ്ക്ക് ഒരു ആക്ഷൻ സോങ് കാണിക്കട്ടെ. എൻ്റെ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സിസ്റ്റർ പഠിപ്പിച്ചാണ്. നല്ല നല്ല ആക്ഷൻ സോങ് എനിക്ക് നല്ല ഇഷ്ടം. കൊക്കോഴി 5:30 നീട്ടിക്കൂവി കണ്ണടച്ചെടുത്ത് കുട്ടിച്ചാടി എണീറ്റു. കൊക്കോഴി 5:30 നീട്ടിക്കൂവി കണ്ണടച്ചെടുത്ത് കുട്ടിച്ചാടി എണീറ്റു. ഗുഡ് മോർണിംഗ് പറയാം ദൈവത്തോടാദ്യം, ബൈബിൾ വായിക്കാം പിന്നെ പ്രാർത്ഥിച്ചിടാം. ഗുഡ് മോർണിംഗ് പറയാം ദൈവത്തോടാദ്യം, ബൈബിൾ വായിക്കാം പിന്നെ പ്രാർത്ഥിച്ചിടാം. ദൈവത്തിൻ്റെ അല്ല തെറ്റിപ്പോയി. ദൈവത്തിന്റെ പൊന്മുഖം നോക്കി ആരംഭിച്ചാൽ അന്ത്യം വരെയും സന്തോഷമേ. ഓരോ ദിനവും ദൈവത്തിന്റെ പൊന്മുഖം നോക്കി ആരംഭിച്ചാൽ അന്ത്യം വരെയും സന്തോഷമേ. ദൈവത്തിന്റെ കൈകളിലെ പന്തുകളല്ലോ നമ്മൾ. ദൈവത്തിന്റെ കൈകളിലെ പന്തുകളല്ലോ നമ്മൾ. അവൻ വലിച്ചെറിയും പിന്നെ ആഞ്ഞടിക്കും പിന്നെ തട്ടി 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 കയ്യിലെടുക്കും. അവൻ വലിച്ചെറിയും പിന്നെ ആഞ്ഞടിക്കും പിന്നെ തട്ടി 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 കയ്യിലെടുക്കും. അവൻ വലിച്ചെറിഞ്ഞാലും ആഞ്ഞടിച്ചാലും തട്ടി 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 കയ്യിലെടുത്താലും ഭയമരുതേ 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 ഭയമരുതേ. അപ്പം ഞാൻ ജ്യൂസൊക്കെ അടിച്ച് മൊത്തം റെഡിയാക്കി. എനിക്ക് ഉച്ച ഞാൻ കഴിക്കാണ്ടിരുന്നിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. എൻ്റെ വീട് ഞാൻ എടുത്തിട്ടേ ഉണ്ടായിരുന്നു ചിക്കൻ കറി. ആദ്യം തന്നെ എൻ്റെ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്. ജ്യൂസ് ഇട്ട് കുടിച്ചേക്കുന്നു. നല്ല മധുരം ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഇടിയപ്പം രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്. ഒരെണ്ണം കഴിക്കാം. ചാമ്പരി നമുക്ക് ലാസ്റ്റ് വയ്ക്കാം. പിന്നെ ഫ്രിഡ്ജിൽ ഇരുന്ന ഒരു ആപ്പിളുണ്ട്. പകുതി കട്ട് ചെയ്ത്. പിന്നെ മൽബറി ചതഞ്ഞു പോയി. ചിക്കൻ കറി അപ്പം ചിക്കനും ചിക്കൻ പറഞ്ഞ് കിട്ടണില്ല. അപ്പം എല്ലാവർക്കും ഹാപ്പി ഇടുമുറ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈദ്. ബൈ. ഈ വീഡിയോ എല്ലാം നിങ്ങൾ കാണണം.
പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്